കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കാണുമെന്ന് ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷൻ ഗുജറാത്ത് അഹമ്മദാബാദിൽ നടത്തിയ പ്രസിഡൻഷ്യൽ മീറ്റിലാണ് മന്ത്രിയെ കാണാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കാണാനാണ് ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷന്റെ തീരുമാനം. ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ പ്രസിഡൻഷ്യൽ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ഗതാഗത വകുപ്പ് നടപ്പിലാക്കുന്ന കർശന നടപടികൾ ഏതു രീതിയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെയും പൊതുമേഖലയെയും ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷൻ ഭാരവാഹികൾ ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിൽ കാണാൻ തീരുമാനിച്ചത്. ഫെഡറേഷൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും മന്ത്രിയെ നേരിൽ കണ്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആ കർശന നടപടികൾ ഏത് രീതിയിലാണ് ഡ്രൈവിംഗ് സ്കൂളിനെയും പൊതുമേഖലയെയും ബാധിക്കുന്നതിനെ കുറിച്ച് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടു. ഇത് സംബന്ധമായിട്ട് ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും എത്രയും വേഗം കേരളത്തിലുള്ള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ കണ്ട് ഇതിനൊരു പരിഗണന ഉണ്ടാക്കുന്നതാണെന്ന് ഇതുമൂലം അറിയപ്പെടുന്നു. പ്രസിഡൻഷ്യൽ മീറ്റിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പാക്കിയ നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. ഇതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അക്രഡിറ്റേറ്റർ ഡ്രൈവിംഗ് സെന്ററുകൾ നടപ്പാക്കുകയാണെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് നൽകാതെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് നൽകണമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ അടുത്ത ദിവസം തന്നെ നേരിൽ കണ്ടു പറയുമെന്ന് പ്രസിഡന്റ് ഗിരീഷ് ശർമ്മ പറഞ്ഞു. പ്രസിഡൻഷ്യൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി നിഷാബ് മുല്ലോളി, അനീഫ അലിസത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.